അയ്യോ, പാതിരാ കുർബാനയ്ക്ക് നേരമായില്ല. അതിനു മുമ്പേ സാധനം അങ്ങ് തീർന്നു. നീ പോണതുമ്മി, അടുത്ത ക്രിസ്മസ് വരെ കഴിയാനുള്ള സാധനം എന്റെ ഇലുണ്ട്. അല്ലെങ്കിൽ തന്നെ തെങ്ങയിലല്ലേ കള്ളിരിക്കുന്നത്, നമുക്ക് എപ്പോ വേണമെങ്കിൽ കയറി എടുക്കാൻ മേലേ. അവനെന്തേ നമ്മുടെ ഭാർഗവൻ? അവനല്ലേ നാണവമ്മാവിന്റെ മുമ്പ് ഇരിക്കുന്ന. നാണുവശാല് മുമ്പല്ല, നാണുവശാല് പിമ്പ്. അവരിഞ്ഞിട്ട് വരാനൊക്കത്തില്ല. കിണറ്റില് കള്ളച്ചാരായ പിടിച്ചാലേ നാണിച്ച് നിൽക്കുക. നാളം വിനോദം. തനിക്ക് ഞങ്ങളുടെ കരോൾ പാട്ട് അറിയാം. ക്രിസ്മസിന് പാടുന്ന കരോൾ പാട്ട്. ഒന്ന് വെറുതെ ഇരിയാളിയാ. ജനിച്ച അന്ന് തൊട്ട് ഞാൻ തന്റെ കൂടെ അല്ലേ ജീവിക്കണത്. ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് വെച്ച് അജ്ഞാനികളാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത് അല്ലേ? എന്താ വന്ന് പങ്കജാട്ടൻ കടൽ വന്നൻ വാസുദേവൻ ജഗന്നാഥൻ ഒരുമിച്ചു ചന്ദ്രമോദം ദ്വാരകയിൽ വസിക്കും കാലം വരികയോ പങ്കജാട്ടൻ കടൽ വന്നൻ വാസുദേവൻ ജഗന്നാഥൻ നാരദാദി മുനിവരൻ മന്ദിരൻ കൃഷ്ണൻ പാതിരാത്രിയും കഴിഞ്ഞു കോഴി കൂകുന്നതും കേട്ടു കളിയും തളയാകട്ടെ പാതിരാത്രി കഴിഞ്ഞു കോഴി കൂകുന്നതും കേട്ടു കളിയും തളയാകട്ടെ വാസുദേവൻ ജഗന്നാഥൻ നാരദാദി മുനിവരൻ മന്ദിരൻ കൃഷ്ണൻ വാസുദേവൻ ജഗന്നാഥൻ നാരദാദി മുനിവരൻ. അയല 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 പടക്കണ അയല രൂപയ്ക്ക് 3 ആയ. വെറുതെ അല്ലേ പരിമള പേര് വിളിക്കുന്നു. പക്ഷേ ഈ സെന്നിന്റെയും മീനിന്റെയും നിന്നെ കൂടെ നാട്ടിൽ ഒരുമിച്ച് വരുമ്പം ഛർദിക്കാൻ വരുന്നു. എടോ എടോ, കാലത്തെ മീൻ വെച്ച് സ്ഥലമിടാൻ നോക്ക്. ആറ്റം എനിക്കല്ല, തന്റെ ചീഞ്ഞ മീനാ. അയല അയല പഴക്കണ അയല 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 രൂപയ്ക്ക് 2. പഴക്കുന്ന അയല രൂപയ്ക്ക് 3. എടോ എടോ, രൂപയ്ക്ക് 2 വെച്ച് വിറ്റാ മതി. ഞാൻ 3 വിൽക്കും. നിനക്കെന്താ ചെയ്തം? 3 ഇവിടെ വെച്ച് വിൽക്കാൻ നോക്കൂല, 2 വെച്ച് വിറ്റാ മതി. എന്റെ ചരക്ക് എനിക്ക് ഇഷ്ടമുള്ള പോലെ വിൽക്കും. അയല അയല പുഴുത്ത അയല രൂപയ്ക്ക് 3, പെടക്കിന അയല രൂപയ്ക്ക് 2. തന്റെ കച്ചവടം ഞാൻ ഒതുക്കണം കേട്ടാ, എന്നോട് കളിക്കരുത്. എന്നെ ചൊറഞ്ഞേറ്റത് കേട്ടാ. എടി നിന്റെ ചൊറിച്ചിൽ മറ്റേ എന്നെ കൊണ്ട് സാധിക്കില്ല. തന്റെ ഒരു പുഴുത്തം ഇട്ടുണ്ട് നിന്നെ ഞാൻ എഴുപത്തി പെണ്ണിന്റെ മുമ്പ് നീ തോറ്റു പോയടാവുന്നു. നീ എന്തിനാണ് ഈ കൊമ്പമീശ വെച്ച് നടക്കുന്നത്? എന്ത് ചെയ്യാം, പെണ്ണായി പോയില്ലേ. ഇല്ലെങ്കിൽ താങ്കളെ ഉണ്ടാക്കിയേനെ. തനിക്ക് ഇവിടെ സ്വഭാവം അറിയാൻ വയ്യ. എന്തേ അവിടെ കൊടുത്തു മേടിക്കാൻ നടക്കുന്നത്? അയല അയല രൂപയ്ക്ക് 2, പെടയ്ക്കുന്ന അയല രൂപയ്ക്ക് 2, രൂപയ്ക്ക് 2 അയല. അളവ് കുറവാണോ അറിയിച്ചു മലയാളി, തവിനറിഞ്ഞില്ല. വെളിച്ചെണ്ണിക്ക് ഇപ്പൊ എന്താ വിലയുണ്ടെന്ന് ആ ചേട്ടത്തിന്റെ വിചാരം? തേങ്ങ പൊതിച്ച് കൊപ്രയാക്കി ചക്കരിട്ടാട്ടി വെളിച്ചെണ്ണ ആക്കുമ്പോ എന്തോരം വരും? 5 പൈസക്ക് പല്ലുമുട്ടായി. ചെറുപ്പത്തിലെ മധുരം അധികം തിന്നരുത്, മൂത്രമൊഴിവിന്റെ സൂക്കേട് പിടിക്കും. അനുഭവം കൊണ്ട് പറയുന്നതാടാ. നീ ആ കാശിന് പിണ്ണാക്ക് വാങ്ങിച്ചു തിന്നെ, വയറെങ്കിലും നിറയും. എന്താ പറയുന്നു? പിണ്ണാക്ക് വേണോ അല്ലെ പല്ലുമിട്ടായി വേണോ? എടാ ബേബി, ഞാനിപ്പോ രാജ്യത്തിക്കാരനാണ് കാണുന്നത്.
ബേബിച്ചായനോട് ഒറ്റയ്ക്കുള്ളപ്പോ ഒന്ന് വരണമെന്ന് ഞാൻ കുറെ നാളായി വിചാരിക്കണം. എന്താ മേരി പ്രത്യേകിച്ചൊരു വിശേഷം? അല്ല, എന്നോട് ഏതാണ്ട് ചോദിക്കാനോ പറയാനോ മറ്റോ ഉണ്ടെന്ന്. ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. കാളം ആല് വെക്കുമ്പോഴേ കാര്യം അറിയരുതോ ബേബിച്ചായ? എന്നാലേ എനിക്കൊന്നും ചോദിക്കാനുമില്ല പറയാനുമില്ല. എനിക്കൊരു ബ്ലൗസിന്റെ തുണി തരുമോ? അതിനല്ലേ കടം തുറന്നു പിടിയിരിക്കുന്നത്. കിട്ടാ ബോഡീസ് കാണണം, തിളങ്ങണം, വിലയും കുറഞ്ഞിരിക്കണം കേട്ടാ. അത് മതി. ഒന്ന് നിവർന്നതല്ലേ, എന്റെ അളവ് തെറ്റും. 80 സെന്റിമീറ്റർ മതി കേട്ടാ. ആഹാ, കടയിൽ പോവാതെ കറങ്ങി നടക്കുക. ഞാൻ ആ ചിട്ടിക്കാരനെ തിരക്കി പോയതാ, കണ്ടില്ല. ഏത് ചിട്ടിക്കാരൻ? വീട്ടിൽ വെച്ചോ ഒന്ന് കാണാൻ സൗകര്യമില്ല. എന്നാ പിന്നെ നാട്ടുവഴിയിലാക്കാന്ന് വെച്ചു അല്ലേ? എന്താ നിനക്ക് പേടിയുണ്ടോ? പേടിക്കേണ്ടവരെയൊക്കെ പേടിക്കണ്ടേ പ്രവേട്ട? എനിക്ക് തോന്നുന്നത് അച്ഛനും അപ്പച്ചനും ഒക്കെ സമ്മതിക്കുന്ന. എനിക്ക് വിശ്വാസമില്ല. നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? അതുകൊണ്ടല്ലേ ഈ കുടുങ്ങിക്കിടക്കുന്നത്. ആഹാ, എന്നാ ഞാൻ നോക്കിക്കോളാം. സാറ് കുറെ നേരമായി നിന്ന് സൊല്ലുന്നു. ബേബിച്ചായനെ അന്വേഷിക്കുന്നുണ്ടോ? വേഗം കടയിൽ പോവാൻ നോക്ക്. എന്താ ബോറടിച്ചോ? ബോറാകാതിരിക്കാൻ വേണ്ടിയാ. എന്താ പാപ്പി? അധികാരി കാളയുടെ കുണ്ടിക്ക് ജീപ്പ് മുട്ടിച്ച് എന്നിട്ട് കാണാതെ കുട്ടിക്കൊന്നും പറ്റിയ ചങ്ങിട്ടുണ്ട്. പോകുന്ന അത് തണ്ടക്ക് വിളിച്ച്. സാരമില്ല, നിനക്ക് തന്തയില്ലല്ലോ. എന്റെ തണ്ടക്കല്ല, വറീച്ചന്റെ തണ്ടക്ക്. അപ്പം ചോദിക്കണം. പറയിച്ചെന്റെ തന്ത ഞാൻ കണ്ടിട്ടുള്ള. ആഹാ, നീ കാണാൻ പറ്റി. അവന് തന്തയുള്ളൂ, ഞാൻ നീ മതിക്കട്ടെ. മറ്റിപ്പാപ്പി ആള് വാങ്ങാം, കാര്യം ഒന്നും കാണില്ല. എന്തായി ഗ്രേസിയുടെ കല്യാണാലോചന? അവള് സമ്മതിക്കണ്ടേ? ഇക്കാലത്ത് അഴകും അലങ്കാരവും ഒക്കെ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? 10 പണം കയ്യിലുള്ള ചെറുക്കനാണോ പെണ്ണിന് സുഖമായി? ഞാൻ എപ്പോഴും ആലോചിച്ചു, നമ്മൾ ഒരു ജാതിയായിരുന്നെങ്കിൽ പെണ്ണിനെയും ചെറുക്കനെയും തിരക്കി നാട് മുഴുവൻ നടക്കണ്ടായിരുന്നു. ഇന്നാൾ ഈ പ്രഭാരം വീട്ടിൽ പറയുവാ അവന് പള്ളിയിലച്ഛനാവാൻ വലിയ കൊതിയാണെന്ന്. നമ്മുടെ ഗ്രേസി ഇവിടെ പറയും അവർക്ക് കന്യാസ്ത്രീയായാ മതിയെന്ന്. അതൊക്കെ സൂത്രമല്ലേ അച്ചാമ്മേ? നമ്മൾ വളർന്ന കാലഘട്ടമാണോ ഇത്? ഇതിങ്ങടെയൊക്കെ മനസ്സിലിരിപ്പ് വേറെ. ഓ, നേരെ ഒരുപാടായി. അത്താഴത്തിന് അരിയിട്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടുകാരൻ രാത്രി ഗോതമ്പാക്കിയ പിന്നെ ഇരട്ടി പണിയാ.